JKR അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് OA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിനുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരള ബാങ്ക് OA പരീക്ഷയുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സിലബസ് ക്ലാസ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. എല്ലാ പരീക്ഷയ്ക്കും കാണുന്ന ഒരു ചോദ്യമാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ഓവൻ അല്ലെ? റോബർട്ട് ഓവൻ ആണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ഓവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഈ രണ്ട് ക്വസ്റ്റ്യൻ അടുപ്പിച്ച് വന്ന് ചോദിച്ചിട്ട് കൊടുത്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവും ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവും ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം തമ്മിൽ മാറിപ്പോയി ഉത്തരം തെറ്റിക്കരുത്. അപ്പോൾ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഫ്രെഡറിക് നിക്കോൾസൺ ആണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. എന്നാൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവൻ ആണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. അപ്പോൾ രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രെഡറിക് നിക്കോൾസൺ. അതുപോലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവൻ. അടുത്ത സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മനാട് എവിടെയാണ്? സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മനാട് ഇംഗ്ലണ്ടിലാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മനാട്. അപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രെഡറിക് നിക്കോൾസൺ. സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മനാട് ഇംഗ്ലണ്ട്. അടുത്ത അന്താരാഷ്ട്ര സഹകരണ വർഷം. അന്താരാഷ്ട്ര സഹകരണ വർഷം 2012 ആണ് അന്താരാഷ്ട്ര സഹകരണ വർഷം. അടുത്ത ഇന്ത്യയിലെ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയില് ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്നത് 1904 ഇന്ത്യയില് ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്നത്. അടുത്ത ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പോൾ ഈ ചോദ്യം പ്രധാനമായിട്ടും വരുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്നത് പല പരീക്ഷയ്ക്കും കാണാവുന്നതാണ്. 1904 ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അടുത്ത സംസ്ഥാന സഹകരണ വകുപ്പിന്റെ തലവൻ. സംസ്ഥാനത്തിന്റെ സഹകരണ വകുപ്പിന്റെ തലവൻ ആരാണ്? സഹകരണ സംഘം രജിസ്ട്രാർ ആണ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ തലവൻ. അപ്പോൾ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ സഹകരണ സംഘം രജിസ്ട്രാർ. അടുത്ത സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല ബാങ്കുകൾ, കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല ബാങ്കുകളാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. അടുത്തത് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കോഴിക്കോട്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോട്. അടുത്ത സഹകരണ ബാങ്കിലെ അംഗത്വത്തിനുള്ള അംഗീകൃത തെളിവ് എന്താണ്? ഐഡന്റിറ്റി കാർഡാണ് സഹകരണ ബാങ്കിലെ അംഗത്വത്തിനുള്ള അംഗീകൃത തെളിവ് എന്താണ്? അപ്പോൾ നിങ്ങൾ ഈ സഹകരണ ബാങ്കിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഐഡന്റിറ്റി കാർഡുമായിട്ടൊക്കെ ആയിരിക്കും പലരും പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം സഹകരണ ബാങ്കിലെ അംഗത്വത്തിനുള്ള അംഗീകൃത തെളിവ് എന്താണ്? ഐഡന്റിറ്റി കാർഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.